നമ്മളിൽ ചിലർക്ക് ഏപ്രിൽ 1 മുതൽ UPI ലിങ്ക് മുഖേനയുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പഴയ മൊബൈൽ നമ്പറുകളിൽ നിന്നും ഉണ്ടായ ഒത്തിരി ഓൺലൈൻ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് NPCIയുടെ ഈ പുതിയ നീക്കം. എല്ലാവരും എല്ലാ തട്ടിപ്പുകളുടെയും സാധ്യത മനസ്സിലാക്കി സുരക്ഷിതരാകുവാൻ ഈ വീഡിയോ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി പുതിയ നിയമങ്ങളുടെ സാധ്യതകൾ പരിശോധിക്കാം. അതുപോലെ തന്നെ പുതിയ പശ്ചാത്തലത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. ലഭിച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ ദീർഘകാലമായി ഉപയോഗിക്കാത്തത് കാരണം പ്രവർത്തനരഹിതമായ ഫോൺ നമ്പറുകളിൽ നിന്ന് ഇനി UPI ലിങ്ക് ലഭിക്കില്ല. അഥവാ Paytm, GPay, ഫോൺപേ പോലെയുള്ള ഓൺലൈൻ ഇടപാടുകൾ നടക്കില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ മാറിയിട്ടും ബാങ്ക് വിവരങ്ങളും UPI രജിസ്ട്രേഷനുമൊക്കെ അപ്ഡേറ്റ് ചെയ്യാത്തവരെയും ഇത് ബാധിക്കും. പഴയ മൊബൈൽ നമ്പർ കളഞ്ഞ് പുതിയ നമ്പറിലേക്ക് പോയവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പഴയ നമ്പർ പുതിയ ആൾക്കാർക്ക് ലഭിക്കുകയും നിങ്ങളുടെ UPI ലിങ്ക് പഴയ നമ്പറിൽ തന്നെ ആയിരിക്കുകയും ചെയ്താൽ അത് വളരെ അപകടകരമാണ്. നിഷ്ക്രിയമായ ഫോൺ നമ്പറുകളിൽ നിന്നും ഓൺലൈൻ തട്ടിപ്പുകാർക്ക് എളുപ്പത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനുകളിൽ നിന്നും ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ നമ്പറുകൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ OTP ലഭിക്കുന്നതിനായി ഈ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കാം. മൊബൈൽ നമ്പർ നിഷ്ക്രിയമായിരിക്കുന്ന അവസ്ഥയിൽ OTP ലഭിക്കാതെ വരികയും ഇടപാടുകൾ തടസ്സപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഈ നമ്പർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് OTP പോകുകയും ചെയ്യും. മേൽ പറഞ്ഞ കാരണങ്ങളൊക്കെ ഓൺലൈൻ തട്ടിപ്പിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെയാണ് NPCI നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിൻ്റെ ഭാഗമായ ഈ നീക്കം ഏപ്രിൽ 1 മുതൽ നടപ്പാക്കും. പുതിയ നിയമങ്ങൾ ബാങ്കുകൾ നടപ്പിലാക്കുവാൻ ബാധ്യസ്ഥരാണ്. പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകൾ ബാങ്കുകൾ ആപ്ലിക്കേഷനിൽ നിന്ന് നീക്കം ചെയ്യും. അതിനു മുമ്പ് അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ തന്നെയാണ് UPI ലിങ്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കുക. ബാങ്ക് വിവരങ്ങളും UPI ലിങ്കുകളും അപ്ഡേറ്റ് ചെയ്യേണ്ടതായി ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആവശ്യമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ടുകളുമായി ഇതേ മൊബൈൽ നമ്പർ തന്നെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കുക. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ UPIയുമായി ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പരമാവധി ഒരേ മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും പഴയ മൊബൈൽ നമ്പറുകൾ ഉപേക്ഷിച്ചവരുണ്ടെങ്കിൽ ആ നമ്പറുകൾ പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ട്, UPI ലിങ്ക് എന്നിവയിൽ നിന്നും നീക്കം ചെയ്യുക. അത് ഉറപ്പാക്കുക. പുതിയ ഫോൺ നമ്പറിലേക്ക് മാറിയവർ ഉടൻ തന്നെ ബാങ്ക് വിവരങ്ങളും UPI ലിങ്കുകളും അപ്ഡേറ്റ് ചെയ്യുക.